ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഓക്ടറിൻ്റെ മിനി UPS ആണ്. നമ്മുടെ വൈഫൈ റൂട്ടറിന്, അതുപോലെ മോഡം, അതുപോലെ ONT, CCTV അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞൊരു UPS ആണ്. ഇതൊരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്ടർ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ എന്താണ് മേക്ക് ഇൻ ഇന്ത്യ എന്നുണ്ട് സംഭവം ഉണ്ട്. ഇപ്പോൾ ഇവരുടെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് സൈറ്റൊക്കെ ഉണ്ട്, നമുക്ക് അതിൽ കൂടെ വാങ്ങിക്കാൻ. പക്ഷേ ഇത് ആമസോണിൽ കൂടെ വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അൺബോക്സിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ കാര്യം പറഞ്ഞാൽ പ്ലെയിൻ ബോക്സാണ്, വൈറ്റാണ്. അപ്പോൾ മുകളിൽ തന്നെ ഒരു റൂട്ടർ മിനി UPS ഉണ്ട്. പിന്നെ സൈഡിലും ബാക്കിലൊന്നും ഇല്ല. അപ്പോൾ ബാക്കിലായിട്ട് ബാറ്ററി കപ്പാസിറ്റി 2000 mAh ഉണ്ട്. ഔട്ട്പുട്ട് 24 വാട്ട് ആംപിയർ ഉണ്ട്. അതുപോലെ പവർ റിക്വയർമെൻറ്റ് 12 വോൾട്ടാണ്. പിന്നെ ഇത് 3 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സൈറ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിലൂടെ കാണാനില്ല. പിന്നെ നമുക്ക് മാനുഫാക്ചർ ഇപ്പോൾ MRP കൊടുത്തിരിക്കുന്നത് 3490 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് 1400 സംതിങ് ആണ്, 1500 താഴെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ലിങ്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആമസോണിൻ്റെ. അപ്പോൾ താല്പര്യമുള്ളവർ ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ, നമ്മുടെ ലിങ്കിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഡയറക്റ്റ് ആമസോണിലേക്ക് കൂടെ പോയിക്കോളും. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന താല്പര്യമുള്ളവർ നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങുക. അപ്പോൾ ഇതൊരു സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് പിന്നെ കണ്ടൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മിനി UPS ഉണ്ട്, പിന്നെ കണക്ടേഴ്സും ഉണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2020 അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് അൺബോക്സിങ്ങിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒന്ന് കളയാം. അപ്പോൾ ഞാൻ ഇതുമ്പോൾ നിങ്ങൾക്കൊരു നനവ് പോലെ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ക്യാമറ കൂടെ കാണുമെന്ന് മനസ്സിലാവില്ല. എൻ്റെ സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സാനിറ്റൈസർ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇത് ഓക്ടറിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് കുറേ സ്മാർട്ട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വൈഫൈ പ്ലഗ് സ്മാർട്ട്, അതുപോലെ സ്മാർട്ട് വൈഫൈ പ്ലഗിൻ്റെ 2 ടൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂണിവേഴ്സൽ വൈഫൈ റിമോട്ട് കൺട്രോളർ ഉണ്ട്, അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. 4 തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ പ്ലഗ് ആൻഡ് പ്ലേ 30 സെക്കൻഡ് ഇൻസ്റ്റാളേഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടായിരിക്കും, ജസ്റ്റ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ റൂട്ടറിൻ്റെ പ്ലഗ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ ഇൻപുട്ടിൽ കുത്തുക. പിന്നെ ഇതിൻ്റെ നമ്മുടെ കണക്ടർ എടുത്തിട്ട് ഔട്ട്പുട്ടിൽ നിന്ന് കുത്തിയിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മോഡത്തിൽ കുത്തുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, താങ്ക് യു സോ മച്ച് ഫോർ പർച്ചേസ്, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിനൊരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ വീഡിയോ അങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇത് സ്കാൻ ചെയ്താൽ കിട്ടും. അപ്പോൾ പിന്നെ അവരുടെ കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ട്. അത് ക്ലെയിം ചെയ്യാനുള്ള വാറണ്ടി, ഇവിടെ ഇതിൻ്റെ ഇൻവോയ്സസ് മാൻഡേറ്ററി ടു ക്ലെയിം വാറണ്ടി. നമുക്കിത് മാറ്റി വയ്ക്കാം. കണക്ടർ ഒരു 2 കണക്ടർ ഉണ്ട് കേട്ടോ. ഇത് പാക്കേജിങ് അവർ എന്തോ സ്പോഞ്ചിലിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഭയങ്കര പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവർ ഈ സ്പോഞ്ച് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കൂടെ ഒരു പട്ടി പറയുന്ന സൗണ്ട് കേൾക്കായിരിക്കും. അപ്പോൾ അത് രക്ഷയിലേ വേറെ അപ്പുറത്തെ വീട്ടിലത്തെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കൂടെ കാണാം. ബ്ലൂ ആണ്, ഇവരെ കുറേ കളറുണ്ട് നമുക്ക്, പക്ഷേ കളർ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഇതില്ല. നമുക്ക് അവർ അയക്കണ ഇഷ്ടമുള്ള കളറാണ് വരിക. അതിന് കുഴപ്പം ബ്ലൂ ആണ് മിക്കതും വരിക. അപ്പോൾ നമുക്കിതൊന്ന് ഉള്ളിൽ നിന്ന് എടുക്കാം. ഫുള്ളി റാപ്ഡാണ്, നിലത്ത് വീണാലൊന്നും പറ്റില്ല, അങ്ങനത്തെ പാക്കേജിങ് ആണ്. നല്ല പാക്കേജിങ് ആണ് കേട്ടോ. അതുകൊണ്ട് ഫുൾ ബ്ലൂ ആണ്. ഇതുമ്മയും ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കതും കളയാമെന്ന്. കണ്ടിട്ട് മെഷീൻ പാക്കേജിങ് അല്ലാണ്ട് തോന്നുന്നുണ്ട്, ഹ്യൂമനാണ് സംഭവം. നല്ല ചെറുതായിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ഇതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട്, കളർ കാരനാന്ന് തോന്നുന്നുണ്ട്. നോർമലി ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേയിഷ് ഒക്കെയാണ് വരാറ്. ഇത് നല്ല ബ്ലൂ കളറ്. ഇപ്പോൾ ഓക്കെ ടെസ്റ്റർ എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ റാപ്പിംഗ് ഒന്ന് കളയാം. നല്ലോണം റാപ്പ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര റാപ്പിംഗ്. മാറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നല്ല കളറാണ്, ഒരു ഫ്ലൂറസെൻറ്റ് ബ്ലൂ എന്ന കളറാണ്. അപ്പോൾ സ്വിച്ച് ഉണ്ട് ഇവിടെ, ഓൺ ഓഫ് സ്വിച്ച്. ഒരു കുറച്ച് ദിവസം ബാറ്ററി ഉണ്ടെന്നുണ്ട്, ഇതാ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇന്നാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഔട്ടാണ്, 12 വോൾട്ടാണ്. പിന്നെ 12 വോൾട്ട് ഡിവൈസിന് മാത്രമേ പറ്റുള്ളൂ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ സൈറ്റ് അഡ്രസ് കൊടുത്തിട്ടുണ്ട്, www.oakter.com കൊടുത്തിട്ടുണ്ട്. പിന്നെ 2000 mAh ആണ്. പിന്നെ കണക്ടർ പറയുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ നോർമലും തന്നിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട്
ഇങ്ങനെ ഒരു കണക്ടറും എക്സ്ട്രാ തന്നിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് കുഴപ്പമില്ല, എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ക്വാളിറ്റി അല്ല. ഞാൻ അതിന് മുമ്പ് കേസറിൻ്റെ പറഞ്ഞ അൺബോക്സ് ചെയ്യുന്നത്, അത് പക്ഷേ നല്ല ക്വാളിറ്റി സാധനമാണ്. പക്ഷേ അത് പ്രൈസ് കൂടുതലാണ്. അതിനൊരു ഫ്ലിപ്കാർട്ടിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. പക്ഷേ അതിന് ഒരു 2200 മുകളിലുണ്ട്. ഇത് 1400 1500 താഴെയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ കാണുമ്പോൾ വലിയ എഫക്റ്റ് ആവില്ല, വെയ്റ്റ്ലെസ് തന്നെയാണ്. പിന്നെ ഈ ബ്രാൻഡൊക്കെ സ്റ്റിക്കറൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കുത്തി നോക്കാം. നമ്മുടെ റൂട്ടർ വെച്ചിരിക്കുന്നത് ക്വാളിറ്റി വെച്ചിരിക്കുന്നത് വേണം കേട്ടോ. നമുക്ക് കുറേ സ്പേസ് ഒന്നും ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഞാനതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനത് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഓൾറെഡി ഇൻബിൽഡായിട്ട് വരണതാണ് കേട്ടോ, ദൂരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെ ഇന്നാണ്. അപ്പോൾ ഇത് ഔട്ടിലേക്ക് ഇതിന്ന് ഔട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണാക്കാം. അപ്പോൾ സംഭവം ഓണല്ല, അപ്പോൾ പവർ ഓണാണ്. അപ്പോൾ നമുക്കിത് ഓണാക്കാം. ഇതാ പവർ ഓണായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫുൾ വരട്ടെ. എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെ പവർ ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കി നോക്കാം, എങ്ങനെ നിൽക്കുന്നുണ്ടോ എനിക്ക് നോക്കാമെന്ന്. അപ്പോൾ നമുക്കിതൊന്ന് പവർ ഫുൾ ഓണായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ, ഒരു ഓറഞ്ച് കളർ ലൈറ്റാണ്. എന്തായാലും നമ്മുടെ കേസറിൻ്റെ അത്ര ബിൽഡ് ക്വാളിറ്റി ഇല്ല, അത് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ആവും. അതുപോലെ പാക്കേജിങ് കണ്ടാലും മനസ്സിലാവും. ചെറിയ പാക്കേജിങ് നല്ലൊരു ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ പാക്കേജിങ് പോലെയാണ്. രണ്ടും മേക്ക് ഇൻ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ഇത് പിയോൺ ഓണായിട്ടുണ്ട്, ബ്ലിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ലാൻ കത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ വൈഫൈയും ഓണായിട്ടുണ്ട്. പിയോൺ സ്റ്റേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിന്നാണ് വരുന്നത് കണക്ഷൻ. അപ്പോൾ ലാൻ കട്ടായി വന്നു. അപ്പോൾ നമുക്കൊന്ന് ഇത് ഓഫ് ചെയ്ത് നോക്കാം. നമുക്ക് അപ്പോൾ പവർ ഓഫ് ചെയ്യാൻ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ഇത് നമുക്ക് ഊരി വെക്കുമെന്ന്. ഇതാ ഞാനത് ഊരിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമില്ല, അതെല്ലാം കത്തുന്നുണ്ട്, ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഞാനിത് ഊരിയിടാൻ തിരിക്കുക. ഇതിന്ന് മാത്രമാണ് കറണ്ട് പോണത്. ഞാൻ ഇത് നമുക്ക് കുത്തിയിട്ടാണ് ഊരിയത്. അപ്പോൾ കറണ്ട് പോകുന്ന പോലെ ഞാൻ നോക്കിയത്. അപ്പോൾ ഇതെന്തായാലും കണക്ഷൻ ഒന്നും പോകണമെന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി വൈസ് വലിയ കുഴപ്പമില്ല എന്നുണ്ട്. നമുക്ക് അപ്പോൾ തന്നെ ബാക്കപ്പ് വരുന്നുണ്ട്, എന്ന് വെച്ചാൽ കട്ടാവണമെന്നില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും കാണുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ലിങ്കിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് വാങ്ങാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.